വടക്കൻ കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം ജയസാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം. പലപ്പോഴും മഞ്ചേശ്വരത്തോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും തന്നെ നേരത്തെയൊന്നും നടന്നിരുന്നില്ല. കാരണം ബി ജെ പി അവിടെ മുസ്ലിം ലീഗിനേക്കാൾ 10-13,000 വോട്ടിന് പിറകിലായിരുന്നു. അങ്ങനെ ഒരു 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ള ചോദ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ പ്രാധാന്യമൊന്നും ആരും ബി ജെ പിയുടെ ബി ജെ പിക്ക് കിട്ടുന്ന സീറ്റുകളെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന സമയത്ത് കാസർഗോഡ് ഒരിക്കലും ആ ഒരു ചർച്ചകളൊന്നും തന്നെ വന്നിരുന്നില്ല. മറുഭാഗത്ത് മഞ്ചേശ്വരത്താണെങ്കിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ 2016 89 വോട്ടിനും അതേപോലെ തന്നെ 2021 835 വോട്ടിനും അങ്ങനെ നേരിയ മാർജിനാണ് അദ്ദേഹം തോറ്റത്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്തായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധയുണ്ടായിരുന്നത്. എന്നാൽ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായിട്ട് ഇപ്പോൾ കാസർഗോഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ. ഇത്തവണ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് കാസർഗോഡ് ബി ജെ പി ജയിക്കുമെന്ന് തന്നെയാണ് അവരുടെ കണക്കൂട്ടൽ. ബി ജെ പി ജില്ലാ പ്രസിഡന്റും ആയിട്ടുള്ള ML അശ്വിനിയാണ് കാസർഗോഡ് ബി ജെ പി സ്ഥാനാർത്ഥി. ബി ജെ പിയുടെ വിജയത്തിൻ്റെ ഒരു രഹസ്യമായിട്ട് അല്ലെങ്കിൽ ബി ജെ പി വിജയിക്കാനുള്ള സാധ്യതയായിട്ട് പരിഗണിക്കപ്പെടുന്നത് LDF സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടാണ്. കാരണം LDF വലിയ തോതിൽ വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ LDF വളരെ 3ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു 3rd പ്ലേസിലായിരുന്നു LDF ഉണ്ടായിരുന്നത്. 2011 14% വോട്ട് മാത്രമാണ് LDFനുണ്ടായിരുന്നത്. 2016 LDFന് 14.93% വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ INL അതായത് ലീഗിൽ നിന്ന് തെറ്റിപ്പോയ ഇന്ത്യൻ നാഷണൽ ലീഗ് ബാബരി മസ്ജിദ് സമയത്ത് രൂപീകരിക്കപ്പെട്ട INL ആണ് LDFൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള INL ആയിരുന്നു അവർക്കായിരുന്നു സീറ്റ് കൊടുത്തിരുന്നത്. അവർക്ക് കിട്ടിയിരുന്ന വോട്ട് 2016 21,615 വോട്ട് മാത്രമാണ്. അതായത് 2016 IUML സ്ഥാനാർത്ഥി 64,727 വോട്ടിന് ജയിക്കുകയും ബി ജെ പി തൊട്ടടുത്ത് 56,120 വോട്ട് നേടുകയും ചെയ്ത സമയത്ത് ബി ജെ പിയേക്കാൾ പകുതിയിൽ കുറവായിരുന്നു. 21,615 വോട്ട് മാത്രമായിരുന്നു INL ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിലെ നെല്ലിക്കുന്ന് ജയിക്കുന്ന സമയത്ത് 63,296 വോട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീകാന്തിന് കിട്ടിയിരുന്നത് 50,395 വോട്ടും ഏതാണ്ട് 13,000-നടുത്ത് ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 13,000-ന്റെ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഒരു കാര്യം. രണ്ടാമത്തത് INL വോട്ടായിരുന്നു. INL വോട്ട് 28,323 വോട്ട്, അതായത് 19% വോട്ട്, ഏതാണ്ട് കഷ്ടിച്ച് 20% വോട്ട് മാത്രമാണ് INL നേടാൻ കഴിഞ്ഞത്. അപ്പം INL നേടിയത് 28,000 വോട്ട് ആയതുകൊണ്ട് ഒരിക്കലും ഒരു ത്രികോണ മത്സരത്തിലേക്ക് അത് എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കുന്നു. കല്ലട്ര മായിൻ ഹാജിയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി. എന്നാൽ ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത് ഷാനവാസ് പദൂരിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ CPM അവകാശപ്പെടുന്നത് 50,000 വോട്ട് തങ്ങൾ പിടിക്കുമെന്നാണ് പറയുന്നത്. CPM അവകാശപ്പെടുന്നത് തങ്ങൾ ജയിക്കുമെന്നാണ്, പക്ഷേ അവർ 50,000 വോട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ CPM 50,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് കാസർകോട്ടെ മുസ്ലിം ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടായിരിക്കും അവർ പിടിക്കാൻ പോകുന്നത്. LDFൻ്റെ പരമാവധി വോട്ടുകൾ അവർ സമാഹരിക്കുന്നു. നേരത്തെയൊക്കെ സംഭവിച്ചു കൊണ്ടിരുന്നത് BJP തോൽപ്പിക്കാൻ വേണ്ടി LDFൻ്റെ അനുഭാവികളായ മുസ്ലിങ്ങളായിട്ടുള്ള LDFൻ്റെ അനുഭാവികളൊക്കെ തന്നെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നൊരു പതിവാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ മുസ്ലിം ലീഗിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് LDF നടത്തുന്നത്. അവർ അവകാശപ്പെടുന്നത് 50,000 വോട്ട് കിട്ടുമെന്നാണ്. ഒരുപക്ഷെ 50,000 വോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതൊരു 35,000-ൽ എത്തുകയാണെങ്കിൽ പോലും, അതായത് ഒരു 7,000-8,000 അധിക വോട്ട്, അതായത് നേരത്തെ CPMൽ നിന്ന് ലീഗിലേക്ക് പോയിരുന്ന വോട്ടുകൾ തടയുകയും പുതുതായിട്ടൊരു 6,000-7,000 വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പിടിക്കുകയും LDF സ്ഥാനാർത്ഥി പിടിക്കുകയും ചെയ്താൽ സുഖമായിട്ട് BJP സ്ഥാനാർത്ഥി ജയിച്ചു വരും എന്നുള്ളതാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ. അതുകൊണ്ട് തന്നെ BJP മഞ്ചേശ്വരത്തോളം സാധ്യത കൽപ്പിക്കാതിരുന്ന കാസർഗോഡ്, ഒരുപക്ഷെ മുമ്പൊക്കെ BJPയെ സംബന്ധിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം എന്നൊക്കെ പറയാറുണ്ടായിരുന്നെങ്കിലും കുറച്ച് കാലമായിട്ട് കാസർഗോഡിന് ആ ഒരു ജയസാധ്യത ഇല്ലെന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ മെയ് 4-ാം തീയതി കൗണ്ടിങ്
തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൗണ്ടിങ് പൂർത്തിയാവുമ്പോൾ കാസർഗോഡ് BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും, MLA അശ്വിനി വിജയിച്ചിരിക്കും എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ആ അവകാശവാദത്തിന് അനുഗുണമെന്ന രീതിയിൽ അല്ലെങ്കിൽ ആ അവകാശവാദത്തെ സാധൂകരിക്കുന്ന രീതിയിലാണ് കാസർഗോഡ് നടന്ന വോട്ടിംഗ് പാറ്റേൺ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വ്യാപകമായ തോതിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ സമാഹരിക്കാൻ LDF സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം LDF അവകാശപ്പെടുന്നത് പോലെ 50,000-ലൊന്നും എത്തിയില്ലെങ്കിൽ പോലും ഒരു 35,000-40,000 വോട്ട് അദ്ദേഹം പിടിക്കുകയാണെങ്കിൽ തന്നെ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.